ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. വിവേകാനന്ദ പാറയിലേക്ക് കയറാനുള്ള ഫെറി ബോട്ടിലേക്കുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതൊന്നുമല്ല തിരക്ക്, ഇതിനകത്ത് ഏകദേശം ഒരു 100 മീറ്റർ വരെ ഇതേ ക്യൂ ആണ്. രാവിലെ ഓർഡർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ചക്ക് മുമ്പ് തന്നെ ഇതിനകത്ത് കയറാൻ പറ്റി, ഇല്ലായിരുന്നെങ്കിൽ വൈകുന്നേരം ആയനെ. അങ്ങനെ നടന്ന് ഏകദേശം ബോട്ടിന്റെ അടുത്തേക്ക് എത്താനായി. എന്താ അവിടെ ദൂരെ കടലിന് നടുവിലായിട്ട് ഒരു പാലത്താൽ കണക്ട് ചെയ്തിരിക്കുന്ന 2 പാറകൾ കാണുന്നില്ലേ? അവിടെയാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിന്റെ അടുത്തേക്ക് എത്തി. അത് ചെറിയ സമയം കൊണ്ടൊന്നുമില്ല, മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ ബോട്ടിനകത്ത് കയറിയിരിക്കുന്നത്. അത്യാവശ്യം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബോട്ടിൽ കയറുന്നവർക്കെല്ലാം ധരിക്കാൻ ലൈഫ് ജാക്കറ്റുകളുണ്ട്. വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ട് ഈ ബോട്ടിൽ കയറിയാൽ മതി എന്നല്ല, നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. 3 കടലും ഒത്തുചേരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് കടലിന്റെ സ്വഭാവം എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല വെയിലേറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ട് കരയിലെടുപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്ന് കരുതി കടൽ ഒരുപാട് പ്രക്ഷുബ്ധമാകുമ്പോൾ ഇങ്ങനെ സർവീസ് ഉണ്ടാവില്ല കേട്ടോ. കടൽ അവരുടെ നിയന്ത്രണത്തിലല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സർവീസ് നിർത്തിവെക്കുക, സന്ദർശനത്തിനായി കാത്തിരിക്കുന്ന മറ്റ് യാത്രക്കാരെ അനൗൺസ് ചെയ്ത് അവരെ തിരിച്ചയക്കൽ എന്നിങ്ങനെയുള്ള സുരക്ഷാ നടപടികൾ അവർ സ്വീകരിക്കും. ഈ കാണുന്ന വെള്ളവര വെറുതെ ഡിസൈന് വേണ്ടി വരച്ചതല്ല, കാൽപാദങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. വേനൽക്കാലങ്ങളിൽ ഈ കാണുന്ന കല്ലുപാകിയ നിലങ്ങളൊക്കെ ചുട്ടുപൊള്ളുന്ന നോൺ സ്റ്റിക് പാൻ പോലെയാവും. അങ്ങനെയുള്ള നിലങ്ങളിൽ നടന്ന് ചുട്ടുപൊള്ളുന്ന കാലുകൾക്ക് ഒരാശ്വാസമാണ് ഈ വെള്ള ലൈനുകൾ. കാരണം വെള്ള നിറമായതുകൊണ്ട് വെയിലിൽ നിന്നും നേരിട്ടടിക്കുന്ന ചൂട് ഒരിക്കലും അതിലേക്ക് ആഗിരണം ചെയ്യില്ല. അങ്ങനെ വിവേകാനന്ദ പാറയിലെ വിവേകാനന്ദ സ്വാമി ധ്യാനിച്ച അകത്തളമൊക്കെ കണ്ട് ഞാൻ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയി. ഗ്ലാസ് വലിയ ക്ലാരിറ്റി ഇല്ല, കലങ്ങിയ പോലെയാണ്, കടലൊന്നും അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചു കാലമായതേ ഉള്ളൂ. തുടർന്ന് അങ്ങോട്ടുള്ള കാലയളവിനുള്ളിൽ ഗ്ലാസിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ തിരുവള്ളൂർ പ്രതിമ കൂടി കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇത്ര നേരം പൊരിയുന്ന വെയിൽ തിന്നതല്ലേ, കുറച്ച് കനത്തിൽ നല്ല ബിരിയാണി കയറ്റിയാലേ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അതും നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി.